ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ റെസിപ്പി ഒന്നല്ല കേട്ടോ. ഇന്ന് നമ്മൾ റിച്ചുകുട്ടൻ്റെ എൻ്റെ മോൻ്റെ 3-ാം വയസ്സിൻ്റെ പിറന്നാളാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു സെലിബ്രേഷൻ എന്ന് പറയാൻ പറഞ്ഞാൽ ഇപ്പോൾ കൊറോണ ഇപ്പോൾ കേസൊക്കെ നല്ല കൂടുതലാണ് ഇവിടെ ആണെങ്കിലും. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് നടക്കില്ല. സാധാരണ നമ്മുടെ ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്, ടീം 22 എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു ഫാമിലി ഗ്രൂപ്പ് പോലെയുള്ളത്. അപ്പോൾ അവർ വിളിച്ചിട്ട് ചെയ്യണമെന്ന് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് റിസ്ക് ആണ്, കൊറോണ കേസസൊക്കെ കൂടി വരുന്നതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. എല്ലാവർക്കും സെപ്പറേറ്റ് കൊണ്ടു കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. കേക്ക് കട്ട് ചെയ്യുക, കേക്ക് കൊടുക്കുക, പിന്നെ അടുത്ത ഫ്ലാറ്റിലൊക്കെ പായസം ഫുഡൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയുടെ റൈസ് മാത്രം ലാസ്റ്റ് ദം ചെയ്യാൻ വേണ്ടി റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഫുഡൊക്കെ ഓൾമോസ്റ്റ് പായസമൊക്കെ ഒത്തിരി ഉണ്ടാക്കിയിട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആക്കി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്ന് ഒരു കോൾ വന്നു. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പോസിറ്റീവായി. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഐസൊലേഷനിൽ വിട്ടു. അപ്പോൾ ഹസ്ബൻഡും ഐസൊലേഷനിലോട്ടേക്ക് വന്നു. അപ്പോൾ ഭക്ഷണം നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല അല്ലേ. ശരിക്കും അത്രയും ഫുഡ് ഉണ്ടാക്കിയിട്ട് ഭയങ്കര വിഷമമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുക, എല്ലാവരും ഒരു ഭയങ്കര സങ്കടമായിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. പക്ഷേ മോൻ അത്ര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. മോൻ്റെ ഒരു ഫ്രണ്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കുട്ടി, ഒരു ചെറിയ ഫാമിലി മാത്രം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും വരാൻ പറ്റിയില്ല. നമുക്ക് ഫുഡ് കൊടുക്കാനും പറ്റില്ല. നമ്മളങ്ങനെ ഒരു ഐസൊലേഷനിലോട്ടേക്ക് വന്നതുകൊണ്ട് റിസ്ക് അല്ലേ. അപ്പോൾ നമ്മൾ കറിയൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പായസം നമ്മൾ ശരിക്കും പെട്ടുപോയി, കാരണം ഒത്തിരി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ പായസമൊക്കെ പെട്ടുപോയി. ശരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ സെലിബ്രേഷൻ നല്ലോണം കട്ട് ഷോട്ട് ചെയ്തു. ചെറിയൊരു പരിപാടിയിലോട്ടേക്ക് പോയി. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. മോനെ കുറച്ചൊന്ന് ഹാപ്പി ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ജസ്റ്റ് ബലൂണൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, ചെറിയൊരു വ്ളോഗ് കേട്ടോ. വ്ളോഗൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കാണാം അല്ലേ. അപ്പോൾ മോന് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡോനട്ട്സും അതുപോലെ കപ്പ് കേക്ക്സൊക്കെ, ഇത് ഡിഫറെൻറ്റ് ഫ്ലേവറിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം. ഡോനട്ട് ഞാൻ കുറേ ഫില്ലിങ്സ്, അതായത് ചോക്ലേറ്റ് തന്നെ ഡിഫറെൻറ്റ് ഫ്ലേവറിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പിന്നെ ലാസ്റ്റ് ജസ്റ്റ് ചോക്ലേറ്റ് മാത്രം ഡിപ്പ് ചെയ്തു. പക്ഷേ കപ്പ് കേക്ക്സ് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവന് ഇഷ്ടമുള്ള സ്ട്രോബെറി ഫ്ലേവറാണ് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബട്ടർ സ്കോച്ചും വാനില പിസ്തയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മോൻ ആ സമയം കൊണ്ട് ബെഡ്റൂമൊക്കെ ഒരു വഴിക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കപ്പ് കേക്ക്സും ഡോനട്ടൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഒരു വഴിക്കാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞാൻ പറഞ്ഞത്, ഫുഡ് ഞാൻ ഭാഗ്യത്തിന് ഞാൻ ചിക്കൻ ഇതൊക്കെ ഒന്നിച്ചിട്ട് ദം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ചില്ലി ചിക്കൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ റൈസ് നമ്മൾ സെപ്പറേറ്റ് കുറച്ച് മാത്രം വെച്ചു, കാരണം അതിന് മുന്നേ നമ്മൾ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചോറ് നമുക്ക് മാത്രം റെഡിയാക്കി. പക്ഷേ പായസം ഞാൻ പറഞ്ഞില്ല, വലിയൊരു കലം നിറയെ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 10-25 ആൾക്ക് കൊടുക്കേണ്ട രീതിയിൽ പായസം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. മൂന്നാളും കൂടി കട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷെ പറഞ്ഞില്ലേ, നടക്കില്ല. അതുകൊണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ശരിക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത് തുടങ്ങി ലാസ്റ്റ് ഫുഡ് സർവേക്ക് പാക്ക് ചെയ്യുന്ന എല്ലാം കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഭയങ്കര പ്ലാൻ ചെയ്തിട്ടുള്ള വ്ളോഗായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഒരാൾ ഫുള്ള് ക്രീം എടുത്ത് കഴിക്കും. മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചത് കോരി കഴിക്കുന്നതാണ് കേട്ടോ. എന്തായി ധരിച്ചു? അയ്യോ, ഷർട്ടിന് മുഴുവനാക്കി അല്ലേ. ഷർട്ട് കാണിച്ചേ, എന്താ പണിയെടുക്കുന്നത് നീ? എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ എല്ലാവരോടും നല്ല മോനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി നല്ല റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. ഇനി നമുക്ക് ഏതെങ്കിലും നല്ലൊരു വ്ളോഗായിട്ട് എപ്പോഴെങ്കിലും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.